ICCയുടെ ഓഗസ്റ്റ് മാസത്തിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ പേസറായ മുഹമ്മദ് സിറാജ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ മികച്ച ബൗളിംഗ് പ്രകടനമായിരുന്നു താരത്തിന് ഈ ഒരു പുരസ്കാരം നേടാൻ അർഹനാക്കി മാറ്റിയത്. പരമ്പരയിൽ 23 വിക്കറ്റുകൾ നേടിക്കൊണ്ട് പരമ്പരയിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരവും മുഹമ്മദ് സിറാജ് ആയിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റായ ദുലീപ് ട്രോഫിയിലെ ഫൈനലിൽ സൗത്ത് സോണിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ട് സെൻട്രൽ സോൺ കിരീട ജേതാക്കളായി. 65 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന സെൻട്രൽ സോണ് 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടക്കുകയായിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് സെൻട്രൽ സോൺ ദുലീപ് ട്രോഫി കിരീടം സ്വന്തമാക്കുന്നത്. സെൻട്രൽ സോണിന്റെ ക്യാപ്റ്റനായ രജത് പാട്ടിദാറിന് ഈ വർഷം ഇത് 2ാം കിരീടമാണ്. കഴിഞ്ഞ IPL സീസണിൽ RCB കന്നി കിരീടം നേടിയപ്പോൾ RCBയുടെ ക്യാപ്റ്റൻ രജത് പാട്ടിദാർ ആയിരുന്നു. ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിക്കും മുമ്പ് തന്നെ കേരള ക്രിക്കറ്റ് ടീം ഒമാൻ ടീമുമായിട്ട് 2020 പരമ്പര കളിക്കാൻ ഒരുങ്ങുന്നു. ഇന്ത്യൻ താരമായ സഞ്ജു സാംസന്റെ സഹോദരൻ സാലി സാംസനാണ് കേരള ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്നത്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട താരങ്ങളായ സഞ്ജു സാംസൺ, സച്ചിൻ ബേബി, മുഹമ്മദ് അസറുദ്ദീൻ, സൽമാൻ നിസാർ, രോഹൻ കുന്നുമൽ എന്നിവർ കേരള ടീമിൽ ഇല്ല. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.